അനുമോള് കാണിച്ചത് മണ്ടത്തരായി പോയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ലാലേട്ടന്റെ എപ്പിസോഡ് വീക്കെൻഡ് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് കുറച്ചെന്തോ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ഞാനങ്ങനെ ബിഗ് ബോസ് റിവ്യൂ അങ്ങനെ ഇതൊന്നും ഇടാത്ത ഒരാളാണ്. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അനുമോള് കാണിച്ചത് മണ്ടത്തരോ എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, ഈ ആര്യന്റെയും ജിസേലിന്റെയും ഈ ഒരു കാര്യം. അപ്പോൾ അനുമോള് പറഞ്ഞതുപോലെ അത് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ലാലേട്ടന്റെ എപ്പിസോഡിൽ വന്ന് ഈ മറ്റ് പ്രശ്നങ്ങളൊക്കെ കാണിക്കുമ്പോൾ വീഡിയോ പ്ലേ ചെയ്തൊക്കെ കാണിക്കുമല്ലോ. പക്ഷെ ഈ ഒരു സംഭവം അങ്ങനെ എന്തായാലും അവർ കാണിക്കാൻ പോകുന്നില്ല ആ ഷോയിൽ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ലാലേട്ടൻ വന്നിരുന്ന് ആ ഒരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്തിട്ട് ആര്യനെയും ജിസേലിനെയും വിളിച്ചിരുത്തി നിങ്ങൾ പുതപ്പിൻ്റെ അടിയിൽ എന്ത് ചെയ്യണമായിരുന്നു അങ്ങനെയൊക്കെ ചോദിക്കാൻ പോകണുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ, നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചോദിക്കാൻ പോകുന്നുണ്ട്. അതൊരു അവരുടെ ഒരു ഷോയ്ക്ക് ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് എനിക്കും അറിയായിരുന്നു എന്തായാലും അനുമോൾക്ക് തന്നെയാണ് വഴക്ക് കിട്ടാൻ പോകുന്നതെന്ന്. അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. പക്ഷെ എല്ലാവർക്കും എനിക്ക് വന്നാലും അനുമോള് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ആരും എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല അനുമോള് കണ്ടു എന്ന് പറയുന്ന കാര്യം. എന്താ കിസ് ചെയ്തു എന്നുള്ള കാര്യമാണ് പറയുന്നത് പുതപ്പിൻ്റെ ഇടയിൽ. പക്ഷെ എന്തായാലും നമ്മളും കണ്ടിട്ടുണ്ടാവില്ല, ലാലേട്ടനും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, ബിഗ് ബോസും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇവര് പുതപ്പിൻ്റെ അടിയിലാണല്ലോ. പക്ഷെ അനുമോൾക്ക് അവിടെ ഇവരുടെ നിന്ന് അടുത്താണ്. ചിലപ്പോൾ എന്തെങ്കിലും അനുമോള് കണ്ടിട്ടുണ്ടാവാം. കാരണം അതാണ് ഇത്രയും ഉറച്ചു നിൽക്കുന്നത്. എനിക്ക് അനുമോളെ നമുക്ക് തുടക്കത്തിലേ അറിയാം, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അനുമോൾ എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവരും ഭയങ്കര കരച്ചിലാണ്, നാടകമാണ്, ഇതൊക്കെ നാടകമാണ് എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. ഞാനങ്ങനെ അനുമോൾ ഫാനൊന്നും അല്ല കേട്ടോ. ഞാൻ അനുമോളുടെ സീരിയലൊന്നും അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല. അങ്ങനത്തെ ആ ഷോയിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ, മറ്റേ സ്റ്റാർ മാജിക്കിൽ ഇടയ്ക്ക് കാണാറുണ്ട് എന്നല്ലാതെ അങ്ങനെ അനുമോളുടെ ഫാനും കാര്യങ്ങളൊന്നും അല്ല ഞാൻ. പക്ഷേ എനിക്ക് ആ ഷോയിലൊക്കെ കാണുമ്പോഴും എപ്പോഴും ചെറിയ ചെറിയ കാര്യം വരുമ്പോൾ ഇന്ന് കരയണ കാണാം. സോ അതെനിക്ക് എന്താണ് കണക്റ്റ് ആവാൻ പറ്റും. കാരണം ചിലവരങ്ങനെയാണ്, ചെറിയ കാര്യങ്ങൾക്കൊക്കെ വിഷമം വരും. കാരണം അവരെ ആരും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും വേറൊരാൾ ഇല്ലാത്തത് പറയുമ്പോൾ എന്തിനാ ഇങ്ങനെ ഇല്ലാത്തത് പറയുന്നത്, അപ്പോൾ വിഷമമാണ് വരിക. ചിലവർ അത് പറഞ്ഞ് സമർത്ഥിക്കാനുള്ള ഒരു ഇതുണ്ടാവാറുണ്ട്. പക്ഷെ അനുമോൾക്ക് നേരെ അത് വിഷമം വരാം. പക്ഷെ ഈ ഒരു സംഭവത്തിൽ അനുമോള് പിടിച്ചു നിന്നു. ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട്, എന്തുകൊണ്ട് അനുമോള് ഇത്ര ലാലേട്ടൻ വഴക്ക് പറഞ്ഞിട്ട് കരഞ്ഞില്ല, അതെന്തുകൊണ്ടാന്ന് ചോദിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അനുമോള് പറയുന്നുണ്ട്, ശൈത്യ പോകുമ്പോൾ പറയുന്നുണ്ട്, നീ എന്നെ എന്താണ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കി, നീ എന്നെ പഠിപ്പിച്ചു. കാരണം ശൈത്യയും കൂടി അനുമോളുടെ അടുത്തുനിന്ന് മാറി നിന്നപ്പോൾ ഇവളാകെ ഒറ്റപ്പെട്ടു. എല്ലാവരും ഇവളെ കളിയാക്കാൻ ഒറ്റപ്പെടുത്താൻ തുടങ്ങി, ഓരോന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവളത് അതിനോട് പൊരുത്തപ്പെട്ടു, സ്വയം സ്ട്രോങ് ആയി. ഇപ്പം നിങ്ങൾ ഇപ്പം ആരും വിചാരിക്കരുത് എപ്പോഴും ഇങ്ങനെ കരയുന്നവരൊക്കെ ഭയങ്കര വീക്കാണെന്നുള്ളത്. അവർ ചില സമയത്ത് അവർ എങ്ങൊന്നില്ലാത്തൊരു ഒരു ബലം അവർ കാണിക്കും. ചില സമയത്ത് സ്ട്രോങ് ആവും. ഇപ്പം ഈ കാര്യത്തിൽ എനിക്ക് അതാണ് ആ ഒരു എപ്പിസോഡ്, ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഡിസപ്പോയിൻറ്റഡ് ആണെന്ന് എനിക്ക് പറയാനായിട്ട് തോന്നിയത്. കാരണം എനിക്ക് തോന്നുന്നുണ്ട് അനുമോളത് കണ്ടിട്ടുണ്ട്, എന്തോ അനുമോൾ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ലാലേട്ടൻ അത്രയും ചീത്ത പറഞ്ഞിട്ടും അത്രയും ഷൗട്ട് ചെയ്തിട്ടും അപ്പം ഞാനൊക്കെ എനിക്ക് പേടിച്ച് വെച്ച് നിന്നേനെ. പക്ഷേ ഞാനാണെങ്കിലും കണ്ടു എന്നുള്ള ഉറപ്പ് ഉള്ളൊരു കാര്യം ആര് ചോദിച്ചാലും ഞാൻ മാറ്റി പറയില്ല, കണ്ടു എന്ന് തന്നെ പറയുള്ളൂ. നമ്മളിപ്പോൾ എന്താ പറയുക, എല്ലാവരും വിചാരിക്കും ഇപ്പം അനുമോൾക്ക് വേണമെങ്കിൽ മിണ്ടാതെ നിൽക്കാം, ചോദിക്കുമ്പോൾ മിണ്ടാതെ ഇങ്ങനെ നിൽക്കാം. പക്ഷെ അനുമോള് എടുത്ത് പറയുന്നുണ്ട്, ഞാൻ കണ്ട കാര്യമാണ് ലാലേട്ടാ ഞാൻ പറയുന്നതെന്ന്. ഇപ്പോൾ ബാക്കിയുള്ളവരോടൊക്കെ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ, ഒനീലിനോടും പിന്നെ കുറേ പേരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ഈ അനുമോൾ പറഞ്ഞതിനോട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറയുന്ന കേട്ടു, അനുമോളത് കണ്ടിട്ടില്ല ലാലേട്ട, അനുമോളത് കണ്ടിട്ടില്ല എന്ന്. അതെങ്ങനെ അവർക്ക് പറയാൻ പറ്റും? വേറൊരാളൊരു കാര്യം കണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ വേറൊരാൾക്ക് കാണാൻ പറ്റും? ഇപ്പം എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ അഭിപ്രായം, നിങ്ങൾ കണ്ടോ ഈ കാര്യം? അപ്പം ഞാൻ കണ്ടിട്ടില്ല എന്ന് എനിക്ക് പറയാം. അല്ലാണ്ട് അവള് കണ്ടിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അത് അവൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, അനുമോളെ ഫയർ ചെയ്യണ കണ്ടപ്പോൾ ആ ഒരു അവസരം മുതലാക്കി എല്ലാവരും അതിനൊത്ത് സംസാരിക്കാൻ തുടങ്ങി. ഈ അനുമോൾ ഈ കാര്യം ഒരു രാത്രി ഒനിയിലും പിന്നെ ആരാണ് ഷാനവാസും പിന്നെ കുറച്ച് പേര് ഒരു രാത്രി ഇവർ നിന്നിട്ട് ഈ അനുമോൾ ഈ കാര്യം ഇവരോട് രഹസ്യമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ആര്യനും ജിസേലും തമ്മിൽ എന്തൊക്കെയോ പരിപാടിയുണ്ട് എന്നുള്ള ഒരു സൂചന ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവളിത് പറയുന്നത്, അപ്പം ഞാനിങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് കാണാം എന്നൊക്കെ ഇവൾ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ഈ ഒനിയിലൊക്കെ ഓ അപ്പം നിനക്ക് കിടക്കുമ്പോൾ നല്ല എൻ്റർടൈൻമെൻ്റ് ആണല്ലേ, നല്ല സീനൊക്കെ കണ്ടാണല്ലേ കിടക്കണേന്ന് അങ്ങനത്തെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇവരൊക്കെ.
ആ ഒരാളാണ് പിന്നീട് അനുമോളെ വന്ന് കുറ്റം പറഞ്ഞത്. ഇങ്ങനെ എന്താ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്തിരിക്കണു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. എന്നാൽ ആ ഒരു നേരത്ത് ചിരിച്ച് കളിയാക്കി ഇങ്ങനെയൊക്കെ പോയാൾ അന്നേരത്ത് അപ്പം അങ്ങനെയുള്ള ആൾ അപ്പം പറയണ്ടല്ലേ, അങ്ങനെ പറയരുത് അനുമോളെ, അങ്ങനെ നമ്മൾ ഒരാളെ പറ്റി അങ്ങനെ പറയരുത്, അല്ലെങ്കിൽ വ്യക്തമാകാത്തൊരു കാര്യം അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കരുതെന്ന് അപ്പോൾ എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? അപ്പോൾ ഈ അനുമോളെ സപ്പോർട്ട് ചെയ്താണ് അവർ സംസാരിച്ചത്. ഓ നീ അപ്പോൾ സീനൊക്കെ കണ്ടാണല്ലേ കിടക്കണേ, എൻ്റർടൈൻമെൻ്റ് ആണല്ലേ, ടി വി ഇല്ലാത്തതിൻ്റെ വിഷമമൊക്കെ മാറിയില്ല, അങ്ങനത്തെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ആ ഒരു ക്ലിപ്പ് ഞാൻ സേവ് ചെയ്തൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. എനിക്ക് കാണാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ലിങ്കോ എന്തെങ്കിലും താഴെ കൊടുത്തേക്കാം. ഇനിയിപ്പോൾ അതൊന്നും തപ്പിപ്പിടിച്ച് കിടക്കാണെന്ന് എനിക്ക് വയ്യ. അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ട്, അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് താഴെ പറയാം. പിന്നെ അതുകൂടാതെ ഈ ബിന്നിയും റഹ്ന ഫാത്തിമയും ടെയും ഒരു വീഡിയോ, ഒരു ക്ലിപ്പ് ഉണ്ട്. ക്ലിപ്പ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു വീഡിയോ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി നിന്ന് സംസാരിക്കുന്നു. എന്താണ്, ആര്യനും ജിസയിലും തമ്മിൽ എന്തോ ഇല്ലേ, എന്തോ ഉണ്ട്, അവരിയ്ക്കുമ്പോൾ ഒക്കെ കൈയൊക്കെ ഇങ്ങനെ കോർത്ത് പിടിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കണ കാണാം, അങ്ങനെയൊക്കെ എന്തോ ഒരു ഇത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലും അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അനുമോൾ ഇത് പറഞ്ഞതിന് ശേഷമാണ് എന്നൊക്കെ അവർ തമ്മിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവരോടൊക്കെ ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ നേരെ അനുമോക്കെതിരെയായി. അവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാണെന്ന് എല്ലാവർക്കും അറിയാം, അവർ നല്ല കട്ട ഫ്രണ്ട്സാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. സോ പക്ഷെ അനുമോൾ പിടിച്ചു നിന്നു. അനുമോള് ഞാൻ കണ്ട കാര്യമാണ് ഞാൻ കണ്ടു എന്നുള്ളത് അനുമോൾ കണ്ടിട്ടുണ്ടാവും. കാരണം അനുമോൾ ആരോടോ പറയുന്നുണ്ട്, ക്യാമറയൊക്കെ ഫോക്കസ് ഞാൻ നോക്കി, ക്യാമറയൊക്കെ വേറെ സ്ഥലത്തേക്കായിരുന്നു ഫോക്കസ്, അതുകൊണ്ട് ക്യാമറയിൽ ചിലപ്പോൾ അത് കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ ഇവരുടെ ഇവർ പുതച്ച് കിടക്കുമ്പോൾ ക്യാമറയിൽ നിന്ന്, ദൂരെയുള്ള ക്യാമറയിലൊന്നും ഇത് വരില്ലല്ലോ. പക്ഷെ ആ ഒരു വീഡിയോയിൽ ഈ പുതപ്പ് തമ്മിൽ ആര്യൻ കണക്ട് ചെയ്ത് വെച്ച് കിടക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു സംശയം തോന്നും. ഇപ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അവർ കിസ് ചെയ്തു അല്ലെങ്കിൽ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ അവർ കിസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് ഇങ്ങനൊരു ആ ഒരു വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ, പിന്നെ വേറൊരു വീഡിയോ ഉണ്ടല്ലോ അനുമോൾ എൻ്റെ കിറ്റ് എവിടെ, എൻ്റെ കിറ്റ് എവിടെയെന്ന് പറഞ്ഞ് ചോദിച്ചു തന്നെ, ആ ഒരു വീഡിയോയിൽ ഇവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഇവരിങ്ങനെ മുഖത്തോട് മുഖം ഇത്രയും അടുത്ത് കിടക്കുകയായിരുന്നു. അനുമോൾ വന്ന് തോണ്ടി വിളിച്ചപ്പോൾ പെട്ടെന്ന് ആര്യൻ ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ പതറിയിരിക്കണു, ഒന്നും മിണ്ടണില്ല ഇവള് ചോദിച്ചിട്ട്. ഈ ജിസേലാണെങ്കിൽ ഇത് പൊക്കണമില്ല. സാധാരണ ഇങ്ങനെ ഒന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്തുള്ള ആളും ഇത് പൊക്കി നോക്കണ്ടല്ലേ, ഇങ്ങനെ പൊക്കി എന്താ ഇങ്ങനെ ഒച്ചെടുക്കണേന്ന്. പക്ഷെ ജിസേൽ അപ്പോൾ പൊക്കി നോക്കണില്ല. ഇവള് പോയതിന് ശേഷമാണ് ജിസേൽ എഴുന്നേറ്റ് ഇരിക്കുന്നതൊക്കെ കാണിക്കുന്നത്. സോ എന്തോ അവർ തമ്മിൽ ഒരു ഇതുണ്ട്. ഇപ്പോൾ ലവ് ട്രാക്ക് ആണെന്ന് തോന്നണില്ല. പക്ഷെ ഇവരൊക്കെ നോർത്തിലൊക്കെ വളരുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ ഇതൊക്കെ അവർക്ക് സർവ്വസാധാരണമാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ തുറന്ന് പറഞ്ഞുകൂടെ, അത് അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ഷോ ആണ്, അപ്പോൾ അതിൽ കാണിക്കേണ്ട പോലെയൊക്കെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ തെറ്റാണെന്നോ അതല്ല ഇപ്പോൾ പറയുന്നത്, ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. അനുമോൾ പറഞ്ഞത് എന്താണ്, അനുമോൾ എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അനുമോൾ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട്, അനുമോൾ എന്തോ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നതെന്നുള്ളത്. ഇപ്പോൾ ബാക്കിയല്ല ഓരോരുത്തർക്കും അങ്ങനെ തോന്നുന്നുണ്ട്, പക്ഷെ ആരും അത് പുറത്ത് പറയുന്നില്ല. ജിസയിൽ നല്ല എന്താ പറയുക, നല്ല വ്യക്തി തന്നെയാണ്, നല്ല എന്താണ് നല്ല കെയറിങ് ഒക്കെ ഉള്ള, നല്ല ഹ്യൂമാനിറ്റി ഉള്ള വ്യക്തിയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ജിസയിൽ അത് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് മോശം ഒരാളാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഇത് അനുമോൾ ആ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യമേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഈ ആര്യനൊക്കെ എപ്പോഴും പറയണേക്കാം അനുമോൾ ഭയങ്കര നാടകമാണ്, കരച്ചിലാണ്, ഇതാണെന്നൊക്കെ. പക്ഷേ അന്നത്തെ ദിവസം അനുമോൾ ഈ കാര്യം ഹൗസ് മേറ്റ്സിനോട് പറഞ്ഞപ്പോൾ ആര്യൻ ചെന്ന് ക്യാമറയുടെ മുമ്പിൽ നിന്ന് കരയണ കണ്ടു. എനിക്ക് അത് കണ്ടിട്ടാണ് നാടകമായിട്ട് തോന്നി ആര്യൻ്റെ കരച്ചിൽ. ആര്യൻ്റെ ഈ അനുമോൾക്ക് ആര്യനോട് ലവ് ട്രാക്ക് പിടിക്കേണ്ട കാര്യം എനിക്ക് ഉണ്ടെന്ന് തോന്നില്ല. ശൈത്യ പറയുന്നുണ്ടായിരുന്നു ക്രഷ് ഉണ്ട് അനുമോക്കെന്ന്. പക്ഷെ അനുമോള് പറയുന്നത് ആര്യൻ ചെറുതാണ്, എത്രയോ വയസ്സിന് ഇളയതാണ്. എനിക്ക് തോന്നുന്നില്ല അനുമോള് ആര്യനായിട്ടൊരു ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കിയിരുന്നു എന്നുള്ളത്. കാരണം അനുമോളുടെ ഒരു ടൈപ്പ് ആണെന്ന് തോന്നുന്നില്ല ആര്യൻ എന്താ പറയുക, ശരിക്കും ഒരു പിള്ളേരുടെ പെരുമാറ്റം പോലത്തെ ഒരു ഇതാണ്. എനിക്ക് ഒരു അധികം ഫേവറേറ്റ് അല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ആണ് ആര്യൻ ഇപ്പോഴത്തെ ബിഗ് ബോസിലെ. ആ ഒരു സ്വഭാവം ഇതൊക്കെ ഒരു വേറെ തന്നെ ഒരു സ്വഭാവമാണ്. അത് അനുമോള് ശൈത്യയോട് പറയുന്നുണ്ട്. പക്ഷെ ശൈത്യ എന്താണാവോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതറിയില്ല. അനുമോള് വായും പൊളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ശൈത്യ പറയുന്നത് കേട്ടിട്ട്. പിന്നെ വേറൊരു വീഡിയോയിൽ ഈ അപ്പാനി, അക്ബർ, ആര്യനൊക്കെ ഇരുന്ന് അനുമോളെ പറയുന്നുണ്ടായിരുന്നു, ഇവള് വലിയ നടിയൊന്നുമല്ല. ജിസേലിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, ഇവള് വലിയ നടിയൊന്നുമല്ല, ഇവള് സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല, ഇവള് സീരിയലിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ ജിസേൽ പറയുന്നുണ്ട്
ആ സീരിയലിൽ എന്താ നടിയല്ലേ. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ജിസേൽ അങ്ങനെ പറഞ്ഞപ്പോൾ. ഇവര് എന്താണ് താഴ്ത്തി കാണിക്കുന്നത്. ഈ അപ്പാനിയൊക്കെ വലിയ ഏതോ എനിക്ക് ആകെ കൂടി അപ്പാനിയുടേത് അറിയാവുന്നേ മറ്റേ അങ്കമാലി ഡയറീസിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ്. എന്തുകൊണ്ട് അപ്പാനി അവിടെ നിന്ന് വീമ്പിളക്കുന്നുണ്ടായിരുന്നു. 23 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് കാര്യം ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോ ആണ്. കുടുംബ പ്രേക്ഷകർ കൂടുതലും ഈ സീരിയലൊക്കെ കാണുന്നവരൊക്കെ ആയിരിക്കും ഇത് കാണുന്നത്. അനുമോളെ ആയിരിക്കും അവർക്ക് കൂടുതൽ അപ്പാനിയേക്കാളും കൂടുതൽ അറിയാവുന്നത്. സോ അപ്പാനി അവിടെ ഇരുന്ന് വീമ്പിളക്കുന്നുണ്ടായി. അങ്ങനെ തന്നെ പോവുകയും ചെയ്തു പിറ്റേ ദിവസം. ഇപ്പൊ അപ്പാനിക്ക് പോയി എപ്പിസോഡൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും അനുമോളുടെ ഭാഗത്ത് ശരിയുണ്ടെന്നോ അല്ലെങ്കിൽ അനുമോള് ശരിയായിരുന്നു അല്ലെങ്കിൽ ഇവര് പറയുന്നതൊക്കെ തെറ്റായിരുന്നു എന്നുള്ളത്. അപ്പൊ എന്തായാലും എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയുന്നത് എല്ലാവരും അത് തന്നെ കേൾക്കണമെന്നൊന്നുമില്ല. എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായമുണ്ട്. സോ നിങ്ങൾക്ക് ഞാൻ ചെയ്ത റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കാം. ഓക്കെ, ബൈ.